ഈ മനുഷ്യസഹജമായ ഒരു രീതിയുണ്ട് പൊതുവിൽ ആളുകൾക്ക്. അതായത് ഈ തിന്മ ഒരാൾ ചെയ്താൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ മദ്യപിക്കുന്നു, ഒരാൾ മോഷ്ടിക്കുന്നു, അല്ലെങ്കിൽ വേറെന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവായ സംഗതി ചെയ്യുന്നു, ഭയങ്കര ക്രൂരവും ദയനീയവുമായി ഒക്കെ അതിനെക്കുറിച്ച് എഴുതുമെങ്കിലും ഒരുത്തൻ നശിച്ചു പോകുന്നതിൻ്റെ ഒരു സന്തോഷം ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് പേർക്കുണ്ട്. വളരെ കുറച്ച് പേർക്കേ കാണുകയുള്ളൂ വലിയ വേദന ഉണ്ടാവുക. എന്നാൽ ഒരാൾ എന്തെങ്കിലും നല്ലത് ചെയ്താൽ, രക്ഷപ്പെട്ടാൽ, ഗുണം ചെയ്താൽ അത് കണ്ട് പൊളയുന്ന കുറേ പേരുണ്ട്. അതിനുദാഹരണമായി ഒരുപക്ഷെ പ്രകൃതിയിൽ ഉടയതമ്പുരാൻ കാണിച്ചതാവാം. ഈ ചീഞ്ഞളിഞ്ഞ ചലജലത്തിൽ ജീവിക്കുന്ന ചില ജീവികൾ ശുദ്ധമായ വെള്ളം ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ നല്ല മഴ പെയ്യുമ്പോൾ ചത്തുപോകുന്നത്. കാരണം അതിന് ജീവിക്കാൻ ആ ചീഞ്ഞളിഞ്ഞ ജലം ഉണ്ടായേ മതിയാവും, അല്ലെങ്കിൽ അത് ചത്തുപോകും. ഇതിപ്പോൾ ഞാൻ ബയോളജി പറയാൻ വേണ്ടി പറഞ്ഞതല്ല. ഈ ബയോളജിയും സുവോളജിയും എല്ലാം ഹ്യൂമൻ സൈക്കോളജിയുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗം തന്നെയാണല്ലോ. ഞാനിത് പറയാൻ കാരണം വേറൊന്നുമല്ല. ഈ വയനാട് മുസ്ലിം ലീഗ് വീട് വെച്ച് കൊടുത്തതിനെ തുടർന്ന് അവരെ അഭിനന്ദിച്ച് കുറേ പേര് രംഗത്ത് വന്നു. ആ അഭിനന്ദിച്ച് വന്നതിൽ ചില ലക്ഷ്യത്തോടെ അഭിനന്ദിച്ച് വന്നവരുണ്ട്. അതൊന്നും ഞാനിപ്പോൾ വ്യക്തമാക്കുന്നില്ല. കാരണം ചില ലക്ഷ്യത്തോടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് വന്നാൽ എന്നൊക്കെ പറയുന്ന സംഗതിയിൽ അതിൻ്റെ സാധ്യത തേടി എത്തുന്ന കുറേ പേരുണ്ട്. അതുകൂടാതെ ചില ആളുകൾ വല്ലാണ്ട് വെപ്രാളം പിടിച്ച് ഇത് കാണുമ്പോഴേക്കും ഓടി 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 വന്ന് ഈ പറയുന്ന എഴുത്തെഴുതി കമൻ്റ് എഴുതി അങ്ങ് തൊലയുക. നമ്മൾ ചില പാട്ടിൽ പറയത്തില്ലേ, തലയറിഞ്ഞ് ചത്ത് ഞാൻ വരും എന്ന് പറഞ്ഞതുപോലെ ആ പോസ്റ്റിൻ്റെ താഴെ വന്ന് തലയടിച്ച് മരിച്ച് അങ്ങ് വീഴുക. അതിലൊരു സംഗതിയാണ് ഈ പറയുന്ന രാഹുൽ ഈശ്വറും അതുപോലെ തന്നെ മറ്റാരോ പോറ്റി, നമ്മുടെ തേജോധരം പോറ്റിയാന്ന് തോന്നുന്നു, പോറ്റിയൊക്കെ ഇട്ട കമൻറ്റിൻ്റെ അടിയിൽ വന്ന് കമൻ്റ് എഴുതിയ ചില ആളുകളാണ്. നിലവിളക്കിൽ മുസ്ലിം ലീഗിന് വിശ്വാസമുണ്ടോ? അതിന് നല്ലൊരു ഉദാഹരണം പെട്ടെന്ന് ഓർമ്മ വരുന്നതേ, ഈ നാട്ടിലൊക്കെയുള്ള ഓരോ പാവത്തുങ്ങൾ ഗൾഫിൽ പോയി എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് അവരുടെ ജീവിതം രക്ഷപ്പെടുത്തി ഇത്തിരി സ്ഥലമൊക്കെ വാങ്ങിച്ചൊരു വലിയ വീടൊക്കെ വെക്കുമ്പോൾ ഒരു പണിക്കും പോകാത്തവൻ ഈ വീട് നോക്കി കടയിലിരുന്നു കൊണ്ട് മൂട് ചൊറിഞ്ഞുകൊണ്ട് അതിനെ നോക്കി പറയും, അവനവിടെ മറ്റേതാ ഡാൻസ് ബാർ അത് നടത്തുക, അവൻ്റെ ജോലി ഏതാ. ഇതാണ് ഇവൻ്റെ പരിപാടി. ഈ കമൻ്റ് എഴുതുന്നവൻ്റെ പറച്ചിലിതാ. അതുപോലെയാണ് ഇവിടെ ചോദിക്കുന്നത്, എടാ മുസ്ലിം ലീഗ് എത്രയോ കാലങ്ങളായി ചാരിറ്റി ചെയ്യുന്നു. മലബാറിലെ മനുഷ്യർ ചെയ്യുന്ന ചാരിറ്റിയോളം വലുത് വേറെ എങ്ങും ആരും ചെയ്യാറില്ല. അതിൽ തൂങ്ങിയല്ലേ ഈ നന്മ മരങ്ങളൊക്കെ ഉണ്ടായത് തന്നെ. അവർ ലക്ഷങ്ങളും കോടികളുമൊക്കെ അവരുടെ ആഗ്രഹത്തിന് വേണ്ടി ചെലവഴിക്കുന്നതിൽ അവർ മുൻപന്തിയിലാണ്. അപ്പോൾ ചോദിക്കുകയാണ്, മുസ്ലിം ലീഗിന് നിലവിളക്കിൽ വിശ്വാസമുണ്ടോ? അടുത്തത്, ഒന്ന് പോടാവുളെ, നിലവിളക്ക് കൊളുത്തുന്നില്ലെന്ന് പറഞ്ഞ മലരുകളാണ്, നീ വല്ലാതെ ഒഴിഞ്ഞു കൊടുക്കാതെ. എന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് ഇതൊന്നും ചെയ്യണമെന്നില്ല, നിലവിളക്ക് കൊളുത്തിയാൽ മതി എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു സാധനം കണ്ട് റെഡിയാക്കി വെച്ചിരിക്കുക. അതാണ് ഈ രോഗത്തിൻ്റെ ഒരു ലക്ഷണം. രണ്ടാമത് വേറൊരാൾ എഴുതി കണ്ടില്ലേ, എടാ മുടിയേ, അങ്ങനെ പറയാം, തെറിയാത് പറയണ്ട. ചൂരൽമലയിൽ 75 വീട് സേവാഭാരതി നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. സേവാഭാരതി എന്നാൽ RSS അറിയുമോ നിനക്ക്? മുടിയേ. പിന്നെ 125 കോടി കേന്ദ്രം കൊടുത്തിട്ടുണ്ട്. ഡാ ഒന്നെങ്കിൽ എന്തെങ്കിലും ചെയ്, അല്ലെങ്കിൽ ചെയ്യുന്നവനെ അഭിനന്ദിക്ക്. ഇത് രണ്ടുമല്ലാതെ ഈ ചെയ്തവനെ വന്ന് ചീത്ത വിളിക്കുക. അവസാനം ഒരു രക്ഷയുമില്ലാതെ നമ്മുടെ നിക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോൾ നമ്മുടെ ശശികല, അതാണ് ഭയങ്കര രസം. ശശികല ടീച്ചറുടെ ഒരു പോസ്റ്റാണേ. വയനാട് 51 വീട് ലീഗ് കൊടുത്തത്രേ. അതിന് ശശികലയും മറ്റും എന്തു കൊടുത്തു? 100ാമത് ഉത്തരം പറഞ്ഞിട്ടും കാര്യമില്ലെന്നറിയാം. വയനാട് ഉരുൾപൊട്ടലിൽ ഒപ്പം നിൽക്കേണ്ട സമയത്തെല്ലാം സേവാഭാരതി ഒപ്പം ഉണ്ടായിരുന്നു. പ്രിജിത്ത്, ശരത്ത് എന്നീ 2 ധീര സ്വയംസേവകരുടെ ജീവൻ രക്ഷാശ്രമത്തിനിടയിൽ സേവാഭാരതിക്ക് അവിടെ നഷ്ടപ്പെട്ടു. 66 ഭൗതിക ശരീരങ്ങൾ സേവാഭാരതിയാണ് ആചാരപരമായി അവിടെ സംസ്കരിച്ചത്. 14 മൊബൈൽ സംവിധാനങ്ങൾ അതിനുവേണ്ടി സേവാഭാരതി സജ്ജമാക്കിയിരുന്നു. ഇങ്ങനെ എഴുതി വന്നിട്ട് വീട് നഷ്ടപ്പെട്ട എല്ലാവർക്കും വീട് പണിയാമെന്ന ഉത്തരവാദിത്വം അവിടെ സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട്. കാരണം 2004 സുനാമി പോലെയോ 2018-19 പ്രളയം പോലെയോ സംസ്ഥാനം മുഴുവൻ വ്യാപിച്ച ദുരന്തമല്ലിത്. സംസ്ഥാനം മുഴുവൻ വ്യാപിച്ച ദുരന്തമല്ല. സംസ്ഥാനം മുഴുവൻ വ്യാപിച്ച ദുരന്തം ശരിക്കും ശശികലയാണ്. അതാണ് കേരളത്തിലെ സംസ്ഥാനം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ഒരു മഹാദുരന്തം. സേവാഭാരതി അവിടെ സേവനങ്ങൾ ചെയ്തുവെന്ന് അവിടെയുള്ള മനുഷ്യർ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഞാൻ അവിടെ പോയപ്പോൾ എല്ലാവരും വളരെ കോടിയലായിട്ടാണ് അവിടെ പ്രവർത്തിച്ചത്. ഒരു തർക്കവുമില്ല. ശവസംസ്കാരത്തിനും ബാക്കിയുള്ള കാര്യത്തിനും. പിന്നെ
അടക്കി കഴിഞ്ഞ് ഏതൊക്കെ ഖബറുകളിൽ ആരൊക്കെയാണെന്നുള്ളത് പോലും ചിലതിൽ അവ്യക്തതയൊക്കെ ഉണ്ട്. എന്നിട്ട് സംശയപൂർവ്വം എല്ലാ കർമ്മങ്ങളും നിർവഹിച്ച കുഴിമാടങ്ങളും ഉണ്ട് അവിടെ. അതായത് ഹിന്ദു ആചാരപ്രകാരമുള്ളതും നിർവഹിച്ചു, മുസ്ലിം ആചാരപ്രകാരമുള്ളതും നിർവഹിച്ചു, ക്രിസ്ത്യൻ ആചാരപ്രകാരമുള്ളതും നിർവഹിച്ചു. എന്ന് വെച്ചാൽ ദൈവം അതൊക്കെ നിർവഹിപ്പിച്ചു, മനുഷ്യനെ കാണിച്ചു കൊടുത്തു. ഇതിലൊന്നും ഒരർത്ഥവും ഇല്ല, ഇത്രയ്ക്കിത്രയേ ഉള്ളെന്നുള്ളത്. എന്നിട്ടും പഠിക്കാത്ത ദുരന്തത്തിൻ്റെ പേരാണ് ശശികല ടീച്ചർ. എന്നിട്ടോ കേന്ദ്ര സർക്കാർ അതിന് സ്ഥാപനങ്ങളും ഫണ്ടും ഒക്കെ നൽകി. ഇവിടെ ഒന്നുമല്ല രസം. പിന്നെ സുനാമിക്ക് ശേഷം 750 താൽക്കാലിക വീടുകൾ സജ്ജമാക്കി ഇതിലേക്ക് വരുന്നുണ്ട്. അതിൽ 50 പേർക്ക് വീടുണ്ടാക്കി നൽകിയത് സേവാ ഫൗണ്ടേഷനാണ്. എവിടാ? ആലപ്പുഴയിൽ 50ഓളം വീടുകൾ സേവാഭാരതി ഉണ്ടാക്കി. പിന്നെ അതുകൂടാതെ വേറൊരു 450 അതാണ് 2018-19 കാലത്ത് പ്രളയത്തിലും മണ്ണിടിച്ചിലും ഒക്കെ പെട്ടവർക്കായി 1000 വീടുകൾ സേവാഭാരതി നിർമ്മിച്ച് നൽകി. അതിൽ 450 ആലപ്പുഴ ജില്ലയിലാണ്. ഈ 450 വീട് ഈ പറയുന്ന പ്രളയകാലത്ത് വെച്ച് കൊടുത്ത 450 വീടെന്ന് നമ്പറിട്ട് കാണിച്ചു തന്നാൽ ഒരു 4 കോടി രൂപ ശശികലയ്ക്ക് ഞാൻ തരാം. 4 കോടി രൂപ. ഇത് മനുഷ്യൻ്റെ മറവിയെ പിന്നെന്താ മറയാക്കി ഇതുപോലാണ് കള്ളം പറയുന്നത്. അപ്പോൾ ഇന്നാൾ നടന്നതിന് വരെ ഇത്രയും വലിയ കള്ളം പറയാമെങ്കിൽ പിന്നെ ചരിത്രത്തെക്കുറിച്ചൊക്കെ പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ? ഏതായാലും ഇത് കേട്ടും ഹായും ആവേശവും കൊള്ളുന്ന ആളുകൾ ഈ നാട്ടിലുണ്ട് എന്നുള്ളതാണ് അതിനേക്കാൾ വലിയൊരു മഹാദുരന്തം. കഷ്ടം.